നാരീശക്തി ശക്തമായ ഇന്ത്യയുടെ മുഖമുദ്രയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത് അഭിമാനകരമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. വനിതാ സംവരണ നിയമം പ്രാബല്യത്തിലായതിന് പിന്നാലെയാണ് നരേന്ദ്രമോദിയുടെ പ്രതികരണം. വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ ഇന്ന് ലോക്സഭയിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ പ്രതിപക്ഷ പാർട്ടികൾ യോഗം ചേരും. വിവരങ്ങളുമായി PR അരവിന്ദ് ചെയ്യുന്നു. അരവിന്ദ് 3-2 ഭൂരിപക്ഷം എന്ന കണക്ക് നോക്കിയാൽ ഈ ബില്ലുകൾ എന്തായാലും പാസ്സാവില്ല. പക്ഷേ ആ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ സർക്കാർ പരമാവധി ശ്രമിക്കും. പല തന്ത്രങ്ങളുണ്ടാകും. അപ്പോൾ എന്താണ് ഇന്ന് ഫ്ലോറിൽ പ്രതീക്ഷിക്കേണ്ടത് അരവിന്ദ്? 4 മണിക്കാണ് വനിതാ സംവരണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പ് നടക്കുക. ചർച്ചകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 1 മണി വരെ ചർച്ചകൾ നീണ്ടു നിന്നിരുന്നു. ഇന്ന് 11 മണിക്ക് വീണ്ടും ചർച്ച ആരംഭിക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ ഇന്ന് ബില്ലിന്മേൽ ചർച്ചകളിൽ സംസാരിക്കുന്നുണ്ട്. വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് വോട്ടെടുപ്പ് നടക്കുക. 3-2 ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ ബില്ല് ലോക്സഭ കടക്കില്ല എന്നതാണ് മനസ്സിലാകുന്നത്. അതേസമയം ചില ആശയക്കുഴപ്പങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. 2023 വനിതാ സംവരണ ബില്ല് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ പാസ്സാക്കുകയും അത് രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്തു. പക്ഷേ അത് വിജ്ഞാപനമായി പുറത്തിറക്കിയിരുന്നില്ല. പക്ഷേ അത് ഏപ്രിൽ 16, അതായത് ഇന്നലെ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ ഇപ്പോൾ വിജ്ഞാപനം ചെയ്ത് പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിലൊരു ആശയക്കുഴപ്പമാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ വനിതാ സംവരണ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്ന വേളയിൽ എന്തിനാണ് തിടുക്കപ്പെടുത്തി വിജ്ഞാപനം ചെയ്തതെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. പാർലമെന്റിലടക്കം ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. അതേസമയം ബില്ല് പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ബില്ലിനെ പ്രശംസിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്ത് വന്നിരിക്കുകയാണ്. നാരീശക്തി ശക്തമായ ഇന്ത്യയുടെ മുഖമുദ്ര എന്നതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇന്നലെ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ സഭയിൽ നടന്നിരുന്നു. ഇന്ന് 11 മണിക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഇനിയിപ്പോൾ അത് പ്രചരണ വിഷയമാകും. എന്താണ് കേവലം രാഷ്ട്രീയമില്ല എന്ന് കരുതുക നിഷ്കളങ്കമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.